സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനമായ എന്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാനുള്ള ഒരു കാര്യം കൂടി ഞാൻ അതോട് ബന്ധപ്പെടുത്തി പറയാൻ ഉദ്ദേശിക്കുകയാ. ഒരുപാട് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഏറ്റവും പ്രധാനമായി പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഏതെന്നറിയോ? അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുന്ന ആ നമസ്കാരത്തെ പറ്റി അല്ലാഹു തആല പറഞ്ഞിട്ട്, നമസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവന് നരകമാണെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. എങ്ങനെയാണ് അല്ലാഹു പറഞ്ഞത്? സമയത്ത് നിസ്കാരമില്ലാത്തവന് അല്ലാഹു കൊടുക്കുന്ന നരകം തന്നെയാണ്. നിസ്കാരത്തിൽ അലംഭാവമുള്ളവന് അല്ലാഹു കൊടുക്കുന്ന നരകം തന്നെയാ. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ. നമസ്കാരത്തിൽ യാതൊരു സൂക്ഷ്മതയും ഇല്ലാത്തവൻ അല്ലാഹു കൊടുക്കുന്നത് നരകമാ. അതും വൈൽ എന്ന് പറയുന്ന നരകമാണ്. എന്താണ് വൈൽ എന്ന നരകത്തിന്റെ പ്രത്യേകത അറിയോ? ഓരോ നരകത്തിനും അല്ലാഹു തആല പ്രത്യേകം പദവികൾ കൊടുത്തിട്ടുണ്ട്. വൈൽ എന്ന് പറയുന്ന നരകത്തിന്റെ പ്രത്യേകത എന്താ? ഈ വൈൽ എന്ന് പറയുന്ന നരകത്തിന്റെ പ്രത്യേകത, ആ സ്ഥലം പോലും അല്ലാഹുവിനോട് ദിവസവും കാവല് തേടുകയാണ്. ആ സ്ഥലം അല്ലാഹുവിനോട് കാവല് തേടുന്നു. റബ്ബേ, ചൂട് താങ്ങാൻ പറ്റുന്നില്ല, അതിന്റെ വല്ലാത്ത വേദന എനിക്കുണ്ട് എന്ന് ആ നരകമെന്ന ആ വൈലെന്ന് പറയുന്ന പ്രദേശം തന്നെ അല്ലാഹുവിനോട് പരാതി പറയുന്ന, പടച്ചവനോട് കേണപേക്ഷിക്കുന്ന അവസ്ഥയാണത്രേ. അത്രയും കഠിനമായ കഠോരമായ ചൂടാണ്. അത്രയും വലിയ നാശമായ ആ വൈലെന്ന് പറയുന്ന നരകമുണ്ടല്ലോ. അതാർക്കാണ് പെങ്ങളെ അല്ല കൊടുക്കുന്നതെന്നറിയോ? അലംഭാവത്തോടെ നിസ്കാരം നിർവഹിക്കുന്നവര്, നിസ്കാരത്തിൽ മടിയുള്ളവര്, നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവര്, അല്ലാഹു പറഞ്ഞ നമസ്കാരത്തിന്റെ സമയത്തിൽ നിന്ന് മാറിയിട്ടതിനെ ഒഴിവാക്കുന്നവര്, അവന് നരകമാണ്.